NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിപ്പാട് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. വ്യവസായ വാണിജ്യ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മെയ് 25, 26, 27 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാധ്യമപക്ഷവും ജനപക്ഷവും എന്ന വിഷയത്തിൽ അനുബന്ധ സെമിനാർ ഹരിപ്പാട് ചോയ്സ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. വ്യവസായ വാണിജ്യ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ പൊതുവെ നമുക്ക് മലയാളിക്കുള്ള ഒരു സവിശേഷത നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എതിരാണെങ്കിലും അറിഞ്ഞിരിക്കാമല്ലോ. അത് മുഖ്യമന്ത്രിയെ ചീത്ത പറയുന്നതാകാം, കുടുംബത്തെ ചീത്ത പറയുന്നതാകാം. എങ്കിലും നുണയാണെന്നല്ല, അത് വായിച്ചേക്കാം. വായിച്ചു കഴിയുമ്പോൾ ഇത് മറ്റൊരു കൂടി അറിഞ്ഞോട്ട് ഇങ്ങനെയൊക്കെ പ്രചരിക്കുന്നുണ്ട് കാരണങ്ങൾക്ക് കൂടി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് എന്നിവർ പ്രതികരണമറിയിച്ച് സംസാരിച്ചു. ഒരു 20% ലാഭമായവൻ ഉത്സാഹഭരിതമായി മുന്നോട്ട് സഞ്ചരിക്കും. 100% ലാഭം കിട്ടിയാൽ മൂലധനം കടൽ കടക്കും. 300% ലാഭം കിട്ടിയാൽ ഉടമയെ കഴിവേറ്റും മാധ്യമങ്ങൾ. സ്വന്തം ഉടമയെ കഴിവേറ്റിയും ലാഭം നേടുക എന്നുള്ളതാണ് മൂലധനത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ മൂലധന വ്യവസ്ഥയുടെ ഉൽപ്പന്നമായ മാധ്യമങ്ങൾക്ക് ധാർമ്മികതയുണ്ടാവില്ല, ജനസമൂഹങ്ങളോട് താല്പര്യമുണ്ടാവില്ല, ചിന്തയുണ്ടാവില്ല. സമൂഹത്തിനകത്ത് മാധ്യമങ്ങൾ വിസ്ഫോടനപരമായി വാർത്തകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് വിശക്കുന്നു. സെമിനാർ സംഘാടക സമിതി ചെയർമാൻ M സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ B സന്തോഷ്, സബ് കമ്മിറ്റി കൺവീനർ P സജിത്, സെമിനാർ സംഘാടക സമിതി കൺവീനർ N അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.